അതിലൊരുപാട് ചരിത്രങ്ങൾ ഇനിയുണ്ട്. ഞാൻ പറഞ്ഞേ എൻ്റെ കണ്ണൂസിനെ കരുതി എൻ്റെ കൈ നഷ്കർ എൻ്റെ കഴുത്തിൽ കിടന്ന ആ തള്ള ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം എൻ്റെ പാപം കൊണ്ട് എൻ്റെ പാപം. നമസ്കാരം. നമസ്കാരം. അഖിലയുടെ അമ്മൂമ്മയാണ്. അഖിലയുടെ അമ്മൂമ്മയാണ്. ഈ കുഞ്ഞ് ജനിച്ച നാൾ തൊട്ട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന അന്ന് നാൾ തൊട്ട് ഏപ്രിൽ 11-ാം തീയതി വരെ ഈ വീട്ടിലുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ അമ്മയാണ്. കുട്ടി ജനിച്ചപ്പം മുതൽ ഇവിടാണ് വളർന്നത്. ഇവിടുന്നാണ് ഈ കുട്ടിയെ, നല്ല സുന്ദരനായിട്ടൊരു കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോവുക. അതിന് ബാക്കി കാര്യം അമ്മ പറയും. ഡാൻസ് അറിയണം. ഡാൻസിനൊക്കെ പോകുമ്പോൾ 2 മാസത്തേക്ക് പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞാണ് 2 ദിവസം പോയിട്ട് 3-ന്റെ ഒന്ന് വന്ന് കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് 2 മാസത്തോളം വരാതെ ഇരുന്ന്. അപ്പോൾ എൻ്റെ മകൾ റീനെ വിളിച്ച് ചോദിച്ച്, നീ എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കാണിക്കണില്ല, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴവളോട് സുഖമില്ലാണ്ട് കിടക്കായിരുന്നു. ഒരു 12-2 മണിയൊക്കെ ആയപ്പോൾ അവൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് അവള് വന്ന സ്റ്റെപ്പ് കൂടെ ഓടി അങ്ങ് കയറി പോവായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ മോള് ചോദിച്ചു, പിന്നെ മാല എവിടെ? അത് മാല എൻ്റെ കഴുത്തിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കാതെ കയറി അങ്ങ് പോവായിരുന്നു. കുഞ്ഞിന് പനി 105 ഡിഗ്രി പനി വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോടി 2-3 ദിവസം ആവശ്യതയായിരുന്നു. അവളെ വിളിച്ച് പറഞ്ഞ്, ചേച്ചി നീ വാ, വന്ന് അപ്പി കാണ്, നിന്നെ കാണാത്തത് കൊണ്ടാണ് കുഞ്ഞിന് പനി കുറയാത്തത്, നീ വന്ന് കാണ്, അത് ഞാനൊന്ന് ആലോചിക്കട്ട്, ഞാനൊന്ന് നോക്കട്ട് എന്നാണ് അവള് മറുപടി പറഞ്ഞത്. ഈ മാല ആര് വാങ്ങിച്ചു കൊടുത്ത മാല? എന്റെ മോൾ റീന വാങ്ങിച്ചിട്ട് കൊടുത്തത്. അവര് വണ്ടിക്ക് ആഡംബര ലൈറ്റുകൾ അണിയിച്ചെന്ന് പറഞ്ഞു. അത് വിറ്റിട്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങനെയൊക്കെ കാശുണ്ടാക്കി. അതിലൊരുപാട് ചരിത്രങ്ങൾ ഇനിയുണ്ട്. ഞാൻ പറഞ്ഞേ എന്റെ കണ്ണൂസിനെ കരുതി. അതിന് വിറ്റ് അവർ വണ്ടിക്ക് ആഡംബര ലൈറ്റുകൾ ഉണ്ടാക്കി. എൻ്റെ കൈ നഷ്കർ എൻ്റെ കഴുത്തിൽ കിടന്ന മാല പണയം വെപ്പിച്ച് 1 ലക്ഷത്തോളം രൂപ അവൻ കൈപ്പറ്റി. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൻ കൈപ്പറ്റി വണ്ടിക്ക് ടയറുണ്ടാക്കി, വണ്ടി വർക്ക്ഷോപ്പിൽ കിടന്ന് അത് നന്നാക്കി ഇറക്കി. പിന്നെയും പറഞ്ഞ് അവന് പൈസ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കൈ കിടന്ന മോതിരം ഞാൻ വിറ്റു. അവന് 10-25,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ 15,000 എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ പണയം വെച്ച കാർഡ് ഈ അഖിലയുടെ കൈവശം കൊടുത്തയച്ച്. പക്ഷെ അവള് എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവള് അവിടെ ചെന്നിട്ട് 10,000 രൂപ വേണമെന്ന് പറഞ്ഞവള് 27,500 രൂപ എന്നെ വഞ്ചിച്ച് അവള് പൈസ എടുത്ത്. ഞാൻ അറിയില്ല, ഇപ്പൊ അത് 30 രൂപ ആയി എന്ന് പറഞ്ഞ് അഖിലയെ വിളിച്ചിട്ട് അവളും ഫോൺ എടുക്കൂല, ഈ അഷ്കറും ഫോൺ എടുക്കൂല. ഞാൻ പറഞ്ഞ ആരെയും ശല്യം ചെയ്യേണ്ട, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ആരെ കക്കൂസ് കഴിയെങ്കിലും ഞാൻ എൻ്റെ മോതിരം എടുത്തോളാം എന്ന് മറുപടിയും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്ന്. റെസിപ്റ്റ് ആരുടെ കയ്യിലായിരിക്കുന്നത്? റെസീറ്റ് ഇല്ല, റെസീറ്റ് അവളെ കയ്യിലാണ്. മാല പോയില്ല. മാല അമ്മ എൻ്റെ മോളെ പേരിനാണ് പണയം വെച്ച് പൈസ ഇവന്റെ ഫോണിലാണ് ഇട്ടുകൊടുത്തത്. രേഖ മോളെ ഫോണിലുണ്ട്. ഞങ്ങളടുത്ത് 2 ലക്ഷം കുശുമ്പോ ഞങ്ങളെ ഇത്രയും അവതാളക്കുഴിയിൽ ആപ്പൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാം പോയാലും കുഞ്ഞിനെ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ കണ്ണൂസിനെ കിട്ടിയെങ്കിൽ മതിയായിരുന്നു. എൻ്റെ കണ്ണൂസിനെ ഇനി ഈ ജീവിതത്തിൽ ഇനി ആര് തരും? 1.5 വയസ്സുവരെ വളർത്തിയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചത് തൂങ്ങി മരിച്ചു. അത് അവൾ ആദ്യത്തെ മാപ്പിളയാണ്. ഒളിച്ചോടി പോയവനാണ്. അവന്റെ കൂടെ 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതിന് പനി അവസാനത്തിലേക്ക് കിടന്നിട്ട് അവള് വന്ന് കണ്ടില്ല. അപ്പി എടുത്ത് നടക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കാലിൽ വെരിക്കോസാണ്. എടുത്ത് ഇടുപ്പ് തട്ടുമ്പോൾ ഞരമ്പ് കൊണ്ട് പിടഞ്ഞ് നല്ല വേദനിക്കും. അതുകൊണ്ട് എനിക്ക് 72 വയസ്സായി. ഞാനിപ്പോഴും ജോലി ചെയ്ത് തന്നെ ഞാൻ ജീവിക്കണത്. എനിക്ക് അതിൽ കള്ളത്തനം ഒന്നുമില്ല. എല്ലാ നാട്ടുകാർക്കും അറിയാം. അമ്മയാണ് ഏറ്റവും കൂടുതൽ സമയം അവനോടൊപ്പം ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ നിന്നത് ഞാനാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതും കുളിപ്പിക്കണത് എണ്ണ തേക്കുന്നതും എല്ലാം ഞാനാണ്. ആ തള്ള ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവള് ഒരു നിമിഷം എൻ്റെ പാപം കൊണ്ട് എൻ്റെ പാപ കണ്ണൂസിനെ ഇവള് ഓർത്തിളയത് ഒരു നിമിഷം പോയാൽ 1/2 നിമിഷമെങ്കിലും ഓർക്കാത്തത്. അവ ഇത്രയും ക്രൂരത ചെയ്ത സമയത്ത് അവളെല്ലാം നോക്കിയും കണ്ടുവാണില്ല നിന്നത്. അവളാണോ ഒരു പെറ്റ തള്ള? ഇനി ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവരുതേ ഈശ്വരാന്ന് ഞാൻ ഉള്ളൊരു പ്രാർത്ഥിക്കുകയാണ് ദിവസം പ്രതി. ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. അത് അങ്ങനെ നടക്കുകയാണ്. അവളെ ഫോൺ വിളിക്കണ്, അവളെടുത്തില്ല. അവനെ വിളിച്ച് അവനെടുത്ത് സംസാരിച്ച് അവൻ ഒരുമാതിരി ഉച്ചത്തിൽ ഒരു അഹങ്കാരം പിടിച്ച ഒരു സംസാരം. ആരാ എന്തുവാ വിളിക്കണ സീയെന്ന് എനിക്ക് അറിയില്ല. അവരെല്ലാരും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു നോക്കാന്ന്. 3 പോലീസുകാർ ഈ നമ്പറിൽ 3 പേര് മാറി വിളിച്ച് വലിയ എടുക്കണില്ല. എന്നിട്ട് അവള് വന്നില്ല. വരാതെ വീണ്ടും റീനെ പൊട്ടി കരഞ്ഞ പറഞ്ഞ് എന്തിനാ കരയണമെന്ന് ചോദിച്ചവൻ പറഞ്ഞ് എനിക്ക് അപ്പിയ വല്ലൊരു നാളിലെങ്കിലും കാണാൻ ഒരു അനുവാദം തരണം.
അപ്പയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ടീച്ചർ പറഞ്ഞു, റീന നീ പൊട്ടിക്കരയണ്ട, നിനക്ക് എപ്പോൾ വേണോ കൊച്ചിനെ കാണാം എന്ന് പറഞ്ഞു. അവളെൻ്റെ കൊച്ചിനെ കണ്ടത് മോർച്ചറിയിൽ, എൻ്റെ റീന എൻ്റെ മോനെ കണ്ടത് മോർച്ചറിയിൽ വെച്ചാണ്. അമ്മ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എൻ്റെ മോള് എൻ്റെ റീനെ കണ്ടത് മോർച്ചറിയിൽ എൻ്റെ അപ്പയെ പരിശോധനയ്ക്ക്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ 2 കൈ ഇങ്ങനെ പൊടി, അവന് വണ്ടിയുണ്ട്, ബർത്ത്ഡേക്ക് വണ്ടികൾ കിട്ടി. അപ്പം ഒരു വണ്ടിയിൽ അവൻ കയറി ഇരുന്നാൽ ബാക്കിലോട്ടേ അവൻ പോകും. അതുകൊണ്ട് വേറൊരു വണ്ടി കൊടുത്തപ്പോഴത്തേക്ക് അവൻ അവിടെ വരെ വരും. അവിടെ വരെ വന്നിട്ട് അവൻ പറയും അമ്മമ്മച്ചി അവൻ വീഴും, ഇങ്ങോട്ട് വരണ്ടെന്നാ വാദപ്പടിയൊരു കാര്യം. ആ കൊച്ച് വണ്ടിയിൽ നിന്ന് വീണാണ് 2 കൈയും ഒടിഞ്ഞു. വീഴില്ലെന്ന് അവനറിയാം. അതിന് 2 കൈയും വണ്ടിയിൽ നിന്ന് വീണ സാർ ഇവിടെ നിന്ന് ഇതുവരെ ഓടിയോ ഇല്ലല്ലോ. ഈ 2 കൈയും ഇവിടെ നിന്ന് ഇതുവരെ പ്ലാസ്റ്റർ ഇട്ട് അവൻ ചവിട്ടി കൊടുത്തെന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ അവൻ മൊഴി കൊടുത്തെന്ന് പറഞ്ഞു. 2 കൈയും ഇതുവരെ പ്ലാസ്റ്റർ ഇട്ട്. അതെങ്ങനെ ഇട്ട്? കയ്യിൽ നിന്ന് വീഴുന്ന എൻ്റെ മക്കൾ, കയ്യിൽ നിന്ന് വീഴുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾ വേദന സഹിക്കുന്നത് അപ്പോഴാണ്. അപ്പം കൈ വീണ് 2 കൈയും നീരടിച്ച് കയറി. ഇപ്പോൾ 12ൻ്റെ അന്നാണ് പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോയത്. അതുവരെ ഈ പ്രസവിച്ച തള്ളയും ഇവനും അവൻ്റെ ഉമ്മായും അവൻ്റെ സഹോദരിയും 2 പിള്ളേരും നോക്കിയിരുന്നു. അത്ര ക്രൂരത പിടിച്ചവരാണ് സാർ, അറിയോ? അത്ര ക്രൂരതയല്ലാണ് ഈ 1.5 വയസ്സായ എൻ്റെ പൊന്നു മോൻ്റെ അടുത്ത് കാണിച്ചത്. ആ തള്ളയ്ക്ക് ഒരു നിമിഷം കൊണ്ട് പോവായിരുന്നു, ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു. അത് അവള് ചെയ്തില്ല. 12ൻ്റെ അന്നാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ അവൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. കൈ പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്നിട്ട് രാവിലെ നോക്കുമ്പോൾ മറുകയിലും നീര് കയറി. അപ്പോഴത് അവർ SCT കൊണ്ടുപോയി, വട്ടപ്പാറ. അങ്ങനെ കൊണ്ടുപോയാണ് ഇട്ടത്. ആ പ്ലാസ്റ്റർ എടുത്തത് അവളെ കൂട്ടുകാരിക്ക് ഈ അഖില ഇട്ട് കൊടുത്ത് വീഡിയോ കോള്. നമുക്ക് ആർക്കും അല്ല, അവൾക്ക് ഇട്ട് കൊടുത്ത്. വീഡിയോ ഇങ്ങനെയാണ് 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് ഒന്നിങ്ങനെയും കെട്ടിയിട്ട് ഒന്നുപോലെ കെട്ടിയിട്ട് എൻ്റെ പൊന്നു മോനെ കണ്ട ഈ ലോകത്തും ഒരു അമ്മമാരും സഹിക്കില്ല. അപ്പോഴും ഞാൻ കാണുന്നത് 8:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ മോള് ജോലിയും കഴിഞ്ഞ് കിടന്ന് എൻ്റെ മോളെ മരുമോള് അപർണ വിളിക്കണം, അമ്മ നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയ ഞാൻ ബസ്സിൽ കയറി. അമ്മ ബസ്സിൽ കയറിയിട്ട് ഇനി വരുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്തൊരു കാര്യം പറ, നിങ്ങൾ 2 കൂടെ വഴക്ക് കൂടിയാ? ഇല്ല, പിന്നെ എന്ത്? അല്ല അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ മോക്ക് അവളെ മരുമോള് അപർണ വീഡിയോ കോൾ ചെയ്ത് കൊടുത്തു. ബസ്സിൽ ഇരുന്ന് ഇവള് ബസ്സിനകത്തിരുന്ന് പൊട്ടി കരയണം. അടുത്തിരിക്കണവർ ചോദിക്കുന്നത് അതെനിക്ക് വയറ് ഞാൻ എടുക്കണം, എനിക്ക് കൈ ധരിക്കണം എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞ് ഇവിടെ വന്ന് അവൾ മെല്ലെ വിളിച്ച് ഇതിനകത്ത് കയറി. അവളെ ഭർത്താവ് മരിച്ചിട്ട് അവൾ ഈ കണക്ക് കരഞ്ഞിട്ടില്ല. ഓടി വന്ന് ഇതേപോലെ കസേര മറിഞ്ഞ് വീഴുന്ന, തലയിട്ട് അടിക്കണം, കൈയിട്ട് അടിക്കണം, നെഞ്ചിലിടിക്കണം, വേണ്ട ബഹളം അത്രയും കാണിക്കണം. ഞാൻ ആകെ പകച്ച് നിന്ന് ഞാൻ കേട്ട് എന്ത് ആർക്കെങ്കിലും വയ്യേ? ഞാൻ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി നീ കാര്യം പറ അമ്മ ഇത് കാണിയെന്ന് പറഞ്ഞ് ഫോൺ ഓണാക്കി എന്നെ കാണിച്ച് ഞാൻ നിർജീവനം കെട്ടുപോയി. എൻ്റെ അപ്പം ഇങ്ങനെ കയ്യും കെട്ടി 2 കൈയും കെട്ടി ഇങ്ങനെ ദൂരേക്ക് എൻ്റെ പൊന്നു പോയി. ഇങ്ങനെ ദൂരേക്ക് വിഷമപ്പെട്ട് നോക്കിയിരിക്കുന്നത് കണ്ട് എൻ്റെ ഇവിടെ അടപ്പ് വീണ. ആ അടപ്പ് എനിക്ക് ഇന്നതുവരെ മാറിയിട്ടില്ല. ഇന്നത് ഇത്രയും സമയം വരെ അടപ്പ് മാറിയിട്ടില്ല എനിക്ക്. അത് കഴിഞ്ഞ് 29-ാം തീയതി ചെന്നൈയിൽ ഡാൻസ് ആടാൻ പോയിരിക്കണം. ഇത്രയും വയ്യാണ്ട് കിടക്കുന്ന കുട്ടിയെ കളഞ്ഞിട്ട് ഡാൻസ് ആടി അവന് കാശ് കൊടുക്കാൻ പോയിരിക്കണം. അതാണ് നല്ല തള്ള. ഇതിനിടയ്ക്ക് വെച്ച് എൻ്റെ മക്കളെ കാലിൽ അവൻ സീറ്റ് കുത്തി മുറിവേൽപ്പിച്ച് സീറ്റിലാകുമ്പോൾ വെച്ച് കത്തി. അത് വലിയ ചിരങ്ങായി. എൻ്റെ മക്കളെ ഇതേപോലെ തേരി കൂടെ അവൻ നടത്തിക്കുമായിരുന്നു. അത് നാട്ടുകാർ ഇപ്പോഴൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് നടത്തി ഇവൻ കൊണ്ടുപോകുമായിരുന്നു. അത്രയും വേദന ഈ 1.5 വയസ്സായ കുഞ്ഞ് സഹിച്ചില്ലേ സാർ? എന്തുമാത്രം എൻ്റെ മക്കള് വേദന തിന്നിട്ടുണ്ട്. അവൻ 100 വയസ്സ് വരെ ജീവിക്കാനുള്ള വേദന 10-40 ദിവസം അവൻ ജീവിച്ച് അവനെ കൊന്ന് തിന്ന് ഇവൻ അഷ്കറും അഖിലയും കൂടെ. അഖില ഉണ്ട്, അഷ്കറും ഉമ്മയും സഹോദരി. ഇവരാരും മനുഷ്യരല്ലേ സാർ? ഇവരൊക്കെ ജീവിക്കണവരല്ലേ? ഇവരൊക്കെ ഒരു നിമിഷം എൻ്റെ അപ്പം ആലോചിച്ചാണ് എന്ത്. അതും കഴിഞ്ഞിട്ട് ഇവയെടുത്ത് വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കൊച്ചിനെ ഇരുത്തുക ചെയ്തിട്ട് വായിൽ തുണി കുത്തിക്കയറ്റുക, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിർത്തുമെന്ന് ചെയ്ത് ഇവ എന്ത് തെറ്റ് ചെയ്ത് ദൈവമേ, എൻ്റെ പാലംകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവ ഇത്രയും ദ്രോഹം ചെയ്ത് ദൈവമേ, എൻ്റെ നെഞ്ച് പുലർന്നു പോണേ എൻ്റെ തമ്പുരാനേ. എൻ്റെ അപ്പ ആലോചിച്ച് എൻ്റെ നെഞ്ച് പുലർന്നു പോണേ. അത് കരയാതെ അത് അവിടെ പിടിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി ട്യൂഷൻ പോയിട്ട് വന്നപ്പോൾ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞമ്മ അപ്പുറത്തെ ഒരു കൊച്ചിനെ സൺസൈൻ്റെ ഓയിലെ ഇരുത്തിയിരിക്കണമെന്ന് പറഞ്ഞ്
അവർ വന്ന് നോക്കുമ്പോൾ ഇതവിടെ ഇരിക്കണം, ഇവൻ കഥവും പൂട്ടിയിട്ട് എവിടെ പൊക്കളഞ്ഞ് അവൾ ആടാൻ പോയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ചുമരിൽ തല പിടിച്ച് അടിച്ച്, അത് അവൻ്റെ അളിയൻ കണ്ടുകൊണ്ട് വരണം, തലയിൽ ചുമരിൽ തല പിടിച്ച് അടിച്ച് അപ്പി അവശനായി തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചിന് അവൻ്റെ കണ്ണ് അടഞ്ഞു സാർ. അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കണം. അവൻ്റെ അളിയൻ ചോദിച്ച, അളിയാ നിങ്ങൾ കണ്ണടഞ്ഞിരിക്കുന്ന കൊച്ചിന് എന്തിന് ചോറ് വാരി കൊടുക്കണ്? ചോറ് വാരി കൊടുക്കണത് തൊണ്ടയെ കുടുങ്ങിയെന്ന് പറഞ്ഞ് അവനെ ഒഴിവാവാൻ എൻ്റെ മക്കൾ അത്ര ത്യാഗം സഹിച്ച്. അപ്പോഴും എൻ്റെ അപ്പി ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മമ്മച്ചി, എൻ്റെ അമ്മമ്മ എന്നെ രക്ഷപ്പെടുത്തുന്ന ആഗ്രഹിച്ചാണ് സാർ. ഒരു തുള്ളി വെള്ളത്തിന് എൻ്റെ 1.5 വയസ്സായ കുട്ടി എത്ര പ്രാവശ്യം യാചിച്ചിട്ടുണ്ട് സാർ, എത്ര പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് സാർ. അപ്പം ഒരു തുള്ളി വെള്ളം കൊടുത്തു കാണില്ല, അപ്പം കൊടുക്കൂല. അവളും കൊടുക്കാൻ അവളില്ലല്ലോ. അവൾ എന്തിന് ഇത്രയും ദ്രോഹം ചെയ്യാൻ പോയി? അവൾ ആ കൊച്ചിനെ അടിക്കും, അവൻ്റെ ഉമ്മ ഉപദ്രവിക്കും, അവൻ്റെ സഹോദരി ഉപദ്രവിക്കാമെന്ന് ഞങ്ങൾ അറിവ്. അവൻ്റെ അളിയൻ്റെ നാവ് കൊണ്ട് മെഡിക്കൽ കോളേജിൽ നടയിൽ നിന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അറിഞ്ഞ്. ഇത്ര ഉപദ്രവം എൻ്റെ 1.5 വയസ്സായ കൊച്ചിൻ്റെ അടുത്ത് ചെയ്ത്. ഇവൻ മനുഷ്യനാണ് സാർ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം തോന്നുന്നുണ്ട് അവരുടെ കൊടുത്തയക്കണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഈ കപ്പിയുടെ കൈ ഒടിയനെയും കണ്ടിട്ട് എൻ്റെ മോളും ഞാനും കൂടെ ഇവിടെ കരഞ്ഞ് വിളിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, വാ നമുക്ക് നെടുമങ്ങാട് പോവാം, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അപ്പയെ ഇനി വാങ്ങിക്കാം, ഞാൻ ഇനി ജോലിക്കൊന്നും പോവില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അപ്പയെ വളർത്താം എന്നെല്ലാം അറിവ് കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്ത്. മെയ് 2-ാം തീയതി അവൾ പരാതി കൊടുക്കണ്. മെയ് 3-ാം തീയതി SI സാറ് റീനയെ വിളിക്കണ്. സ്റ്റേഷനിലെത്തി. സാർ, ആരെനിക്ക് പരാതി തന്നത്? അത് നിൻ്റെ മകൾ അഖില തന്ന്. എന്തിന് സാർ? അത് നിങ്ങൾ നിരന്തരം അവളെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യണ്, അവളെ ജീവിക്കാൻ അനുവദിക്കണില്ല എന്നെല്ലാം പറഞ്ഞാണ് അവിടെ പരാതി കൊടുത്തത്. സാർ ശരി, എൻ്റെ അപേക്ഷ ഞാൻ തന്നിട്ടുള്ള അപേക്ഷ ഞാൻ വാങ്ങിച്ചോളാം സാർ. ഇത് കണ്ട ഈ ഫോണിൽ കാണുന്ന ഇതിന് വേണ്ടിയാണ് ഞാൻ കൊടുത്ത് സാറെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞിട്ട് ഫോണിൽ DSPയുടെ കൈ കൊടുത്തിട്ട് അവൾ തിരിച്ച് അപേക്ഷയിൽ ഒപ്പുകൂട്ടിച്ച് ഇറങ്ങി വന്ന് എൻ്റെ മക്കളെ കണ്ടത് മോർച്ചറിയിൽ നിന്നിട്ട് റീനേരടുത്ത് മറ്റേ കേസ് വന്നപ്പോൾ ഇതങ്ങ് പിൻവലിച്ചു. രാത്രി ഇവിടെ വന്നിട്ട് എൻ്റെ മരുവൻ്റെ മക്കളെയും എൻ്റെ മക്കൾ ചെറുകുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇവള് സ്റ്റേഷനിൽ പോയി പേപ്പർ കൊടുത്ത് എഴുതിയെല്ലാം വരച്ച് കൊടുത്തിട്ട് ഇവള് വീണ്ടും ഈ പടം കാണിക്കുകയാണ്. സാർ, എൻ്റെ കൊച്ച് ആശുപത്രിയിലുണ്ട്, എവിടെയുണ്ട്, ഞാൻ എവിടെ മരിച്ചെങ്കിലും ഞാൻ എൻ്റെ അപ്പയെ രക്ഷിച്ചോളാം, എവിടെ ഉണ്ട്, എനിക്ക് അറിവ് തരിയെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞവൻ പറഞ്ഞ്, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് സാർ? അത് കുഞ്ഞ് മരിച്ചു പോയി. അവൾ നിന്ന നിലയിൽ അവൾ പറയാണ്, ഞാൻ ഭൂമി പുലർന്ന് പോയെന്ന് കണക്കാക്കി അവൾ നിന്ന് മെഴുകുതിരി കത്തുങ്ങണത് കത്തി. പിള്ളേർ പിന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. പിറ്റേന്ന് 8:30 മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ചെന്ന് മെഡിക്കൽ കളയിൽ കൊണ്ടുപോയി 3 മണിക്കൂർ എൻ്റെ അപ്പയെ നിവർത്തി കിടത്തി. എൻ്റെ അപ്പയെ ആരൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനെടുത്തത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനെടുത്തത് ഇവിടെ കാണുമ്പോൾ എൻ്റെ അപ്പയുടെ മൂത്രം ഒഴിക്കുന്ന സ്ഥലം തുണിയിട്ട് കെട്ടി വച്ചിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അവൻ മാർക്കം ചെയ്തേന്ന്. ഈ അഷ്കർ കത്രിയായിട്ട് വെട്ടി മാർക്കം ചെയ്ത് സൈഡിൽ 3 വര കിടക്കുന്നത്. അപ്പം ബ്ലൈറ്റ് പോന്തിയതാണെന്ന്, അത്ര ക്രൂരതാണ് അവൻ ചെയ്തത്. അതങ്ങനെ ചെയ്ത് എൻ്റെ അപ്പയുടെ വിരലെല്ലാം നുള്ളി വിരിച്ച് തൊലി വിരിച്ച് വെച്ചിരുന്നു. അവൻ എന്ത് തെറ്റ് സാർ? നിങ്ങളും കുടുംബമൊക്കെ ജീവിക്കുന്നവരല്ലേ, എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ക്രൂരത കണ്ടിട്ടുണ്ട് സാർ? ഒരു സ്ഥലത്ത് ഒരു ക്രൂരത ഈ ഒരു കുഞ്ഞുങ്ങും തന്നിട്ടില്ല. പക്ഷേ TV-ലൊക്കെ നമ്മൾ കാണുന്ന, പത്രത്തിൽ അറിയണ്, പ്രസവിക്കണ തള്ളമാർ വലിച്ചറിയണ്, ഞെക്കി കൊല്ലണ്, കുളത്തിൽ ഇടണ, വെള്ളത്തിൽ ഇടണ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തള്ള ഒരു കാമുകന് വേണ്ടി ഈ കൊച്ചിനെ ഇത്രയും ക്രൂരതയിലാക്കാൻ പറ്റല്ലോ. അവൾ ചെന്നൈയിലാടിയിട്ട് വെളുപ്പാങ്കാലമായപ്പോൾ ഒരാൾ ചുമന്നുകൊണ്ട് വന്നിട്ട് പറയണ ഇവിടെ കൊണ്ടുവരട്ടാന്ന് കേട്ട്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഇവിടെ കൊണ്ടുവരണ്ട, പോലീസിൽ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞ്. അവിടെ കൊണ്ടുവന്നപ്പോൾ SI വഴക്ക് പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞ് ആരെ ഏൽപ്പിക്കണമെന്ന് കേട്ടവൻ പറഞ്ഞ് അഷ്കറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവനെ വിളിക്കുമ്പോൾ അവൻ അവിടെ രാത്രി അവിടെ കിടന്ന് കൊലത്തിക്കൊണ്ട് നടന്നിട്ട് അവൻ അവിടെ പോയി കരിക്കുഴി. അവിടുന്ന് വിളിച്ച് വരുത്തി അവളെ കാര്യം പറഞ്ഞ് മോർച്ചറി ചെല്ലണമെന്ന് പറഞ്ഞ് ചെന്നിട്ട് ഒരു തുള്ളി കണ്ണീര് അവളെ കണ്ണീന്ന് വീണിട്ടില്ല. ഒരു തുള്ളി കണ്ണീര്. അത്ര നല്ല സ്നേഹനിധിയായ അമ്മയായിരുന്നു അവൾ. എന്നിട്ട് മരിച്ചു പോയവൻ്റെ വലിയമ്മ അവിടെ മുടിക്കൊണ്ടേ കുത്തിപ്പിടിച്ച് 4-5 അടിയൊക്കെ കൊടുത്തെന്ന് പറയണ്. ഞാൻ സ്റ്റേഷനിൽ അങ്ങ് പോയില്ല.
അവൻ്റെ വലിയമ്മ മരിച്ചു പോയ എൻ്റെ ആൾ ആദ്യത്തെ ഭർത്താവിൻ്റെ വലിയമ്മ. ഞാൻ ചെയ്യുന്നത് ഇവള് പഠിക്കാൻ എങ്ങനെയായിരുന്നു? ഇവള് പഠിക്കാൻ പോയത് ഡിഗ്രിക്ക് അവസാനം 3 പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് അന്യോട്ട് കള്ളിപ്പാറയുള്ള എൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയത്. അവിടെ പോലീസ് പിടികൂടി അവിടെ പിടിച്ച് വെച്ചിരുന്ന് ഇവിടുന്ന് പോലീസ് വണ്ടിയൊക്കെ അവിടെ ചെന്ന് തിരിച്ച് നെടുമങ്ങാട്ട് കൊണ്ടുവന്ന് അഖിലെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ ഈ ചേട്ടൻ്റെ പോകണുള്ളതെന്ന് പറഞ്ഞു. അവരെ കൂടെ അങ്ങ് വിട്ട്. തള്ളേരെ മുഖത്ത് നോക്കേ സഹോദരങ്ങളെടുത്ത് മിണ്ടേ യാതൊരു വക അവള് ചെയ്തിട്ടില്ല. അവൾക്ക് എന്ത് വയസ്സുണ്ടായിരുന്നു? ഇപ്പൊ അവൾക്ക് 25-ാമത്തെ വയസ്സാണ്. പിന്നെ നിങ്ങൾ നടത്തി കൊടുത്തു? നമ്മളല്ല, അവര് നടത്തി കൊടുത്തു. എന്തുകൊണ്ടാ അവൻ തൂങ്ങി മരിക്കാൻ കാരണം? തൂങ്ങി മരിക്കാൻ എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല. അന്നേരം ഈ അഷ്കറുമായിട്ട് ബന്ധമുണ്ട്. ഒരു ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഡാൻസിലെ പിള്ളേരെയും ടീച്ചർമാരെയും ഈ കുട്ടികളെ കൊണ്ട് വണ്ടിയിൽ പോകും. വണ്ടി ഉണ്ട്, അവന് ടെമ്പോയൊക്കെ ഉണ്ട്, അതിൽ കൊണ്ട് പോകും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇടപെട്ടത് ഇവിടെ ക്ലാസ് ടീച്ചർ പിന്നെ ഒരു അനു എന്ന് പറയാനുണ്ട്. ബസ്സിലെ കണ്ടക്ടർ സതികുമാറിൻ്റെ ഭാര്യയാണ് അനു ആണ് ഇവിടെ മണ്ടയ്ക്ക് ഇവനെ വെച്ച് കൊടുത്തത്. അത് ഒരു ദിവസം ഞാൻ ഇവനെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ അപ്പിയും കുളിപ്പിച്ചെടുത്തോണ്ട് കയറി, എവക്ക് വ്യാതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് കിടത്തിയിട്ട് അപ്പിയും കുളിപ്പിച്ചെടുത്തോണ്ട് കയറി വരുമ്പോൾ അനുവിൻ്റെ ഭർത്താവ് സതികുമാർ, സതിയുടെ 2 മക്കളും വേറെ 2-3 പിള്ളേരും ഡാൻസ് ആടാൻ പോണ പിള്ളേരും ഈ അഷ്കറുമായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അനു നീ എവിടെ പോകണം? നിങ്ങൾ അപ്പിയെ കാണാൻ വന്നോ? ഞാൻ പറഞ്ഞു കയറിയേരി, ഞാൻ അപ്പി കുളിപ്പിച്ചുകൊണ്ട് വരണേ ഉള്ളൂ, ഞാൻ അപ്പിയുടെ പിറവൊക്കെ തുടച്ചെടുക്കട്ട്. അത് ഞാൻ തുടയ്ക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തുടച്ചെടുത്ത് തരാം. ഇനി ജലദോഷം വന്നാൽ ഇനി എല്ലാവരും എന്നെ പഴിക്കും. അങ്ങനെ തുടച്ചിറക്കി എടുത്ത് അവൻ വന്ന് ഇതേ കസേര ഇട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വെച്ചാൽ അനു ഇതാണ് നമ്മുടെ വണ്ടി ഓട്ടിക്കണ അഷ്കർ. അപ്പം പിന്നെ ഞാൻ പരിചയപ്പെടുന്നില്ല അഷ്കർ. അപ്പോൾ ഇവ ഇരുന്ന് ചോദിക്കുകയാണ്, ടീച്ചറെ എനിക്ക് ഇത്തി അപ്പിയെ തരുമോ? അതിനകത്ത് കൊച്ചിനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഈ ആട്ടി കൊച്ചിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ വന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണ കൊച്ച് ചവിട്ടി നെളിയും അപ്പി തറയിൽ വീണു പോവും എന്ന് ഞാൻ വീണ്ടും അവൻ്റെ പറയാണ്. അന്നാണ് ആദ്യമായിട്ട് അവൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്, അവനെ കാണുന്നത്. പിന്നെ കൊച്ചിനെ വാങ്ങിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിരുന്നിട്ട് പോയി. അതിനുശേഷം ഈ അനുവാണ് ഇവക്ക് ഫോൺ നമ്പറുകൾ കൊടുത്തതും എവളെ ഫോൺ നമ്പർ അവന് കൊടുത്തത്. പിന്നെ നിരന്തരം ഫോൺ വിളിയായി. വിളിയായി വന്നപ്പം തള്ള തിരക്കി ഇതെന്തരാണ് ഫോൺ വിളി. ഞാൻ പറഞ്ഞു, റീന നീ പ്രസവിച്ചിടക്കുന്നവർക്ക് ഇങ്ങനെ ഫോണൊന്നും വിളിച്ചുകൂടാ, തല അനങ്ങിക്കൂടാ, നീ എന്തിനെങ്കിലും ഒരു ഫോൺ വഴി കണ്ടുപിടിയെന്ന് പറഞ്ഞു. അങ്ങനെ തിരക്കി ഇപ്പം പറയണം, നീ എന്തിനാണ് വിളിക്കണത്? നമുക്കിത് പറ്റിയതല്ല മക്കളെ, നീ അങ്ങ് വിട്. നമുക്ക് നിൻ്റെ കൊച്ചിനെ നോക്കാൻ സംരക്ഷിക്കാൻ ആരാണോ വരണത് അവരെ കൂടെ നിന്നെ ഞാൻ കെട്ടിച്ച് വിടാം. അവൾക്ക് 4-5 സംബന്ധ പാർട്ടികൾ വന്നു. അതിലൊന്നും ഇവള് വഴങ്ങാതെ ഇരുന്നിട്ട് എവളോടത്ത് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞ് അത് അച്ഛൻ്റെ പ്രായമുണ്ട്. ഒരു ചെറുക്കന് 27 വയസ്സായി, ഒരു ചെറുക്കന് 32 വയസ്സായി, ഈ അഷ്കറിനുമായി 32 വയസ്സ്. അതിലെന്താണ് സാർ വ്യത്യാസം? എനിക്ക് അച്ഛൻ്റെ പ്രായമുള്ളവർ വേണ്ട എന്ത് പറഞ്ഞു ഒഴിഞ്ഞവളാണ് ഈ ദുഷ്ടൻ്റെ കൂടെ പോയി എൻ്റെ വാവക്കുട്ടിയെ ഈ കണക്കാക്കിയത്. എൻ്റെ കണ്ണൂസിൻ്റെ ഇഞ്ചായിട്ട് എൻ്റെ കണ്ണൂസിൻ്റെ കൊന്നത് ഇവള് കൂട്ടുനിന്നാണ് കൊന്നത്. ഇവള് കൂട്ടുനിന്നില്ലെങ്കിൽ 1 പ്രാവശ്യം 2-3 പ്രാവശ്യം കൊച്ചിനെ ഉപദ്രവിക്കുമ്പോൾ ഇവക്ക് എടുത്തുകൊണ്ട് മാറി പോവാമായിരുന്നു. കൊണ്ട് സ്റ്റേഷനിൽ കാണിക്കുകയും അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ഞങ്ങളെ ഏൽപ്പിക്കുകയും ഒന്നും ചെയ്യണ്ട. ഈ 1,00,000 ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവളതൊന്നും ചെയ്തില്ല. അവനെ കൂട്ടുനിന്ന് അവനും അവൻ്റെ ഉമ്മായും അവൻ്റെ സഹോദരി ഇവളും കൂടെ ആയിട്ടാണ് എൻ്റെ കണ്ണൂസിനെ ഇപ്പം മറവ് ചെയ്യിച്ചത്. എൻ്റെ കണ്ണൂസിനെ അല്പമെങ്കിലും ആയുസുണ്ടെങ്കിൽ എൻ്റെ കണ്ണൂസേ ഇവളെയൊക്കെ നീ ഒരു പാഠം പഠിപ്പിക്കണേ. അവന് ഒരു നീതി കൊടുക്കല്ലേ എൻ്റെ പൊന്നു മോനെ. എൻ്റെ കണ്ണൂസേ, എൻ്റെ കണ്ണൂന്ന് ഞാൻ വിളിച്ചാ അമ്മ ചെയ്യ്. ഇനി വർത്തമാനം പറയാൻ അവനെ അറിഞ്ഞൂടെ. ചൂടുവെള്ളം ഞാൻ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് എപ്പോഴും എടുത്തോണ്ട് വയ്ക്കും. മക്കളെ അത് ചൂട് എടുക്കല്ലേ. ആരെങ്കിലും ചൂടുവെള്ളമാണെങ്കിൽ ഇങ്ങനെ തൊടും. എൻ്റെ കണ്ണ് തൊടുന്നത് കൈ ഇങ്ങനെ കൊണ്ടുവരും പാത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്മമ്മ എന്നിട്ട് വാവച്ച് ഊത് വെള്ളം ഊതിയാറ്റുന്നത് എനിക്ക് കുടിക്കുക. അങ്ങനെ ചെയ്ത കണ്ണാണ്. അവന് ആഹാരം നല്ല ബുദ്ധിയുള്ളത്. അവന് നമ്മൾ ആഹാരം വാരി കൊടുക്കണ്ട. അവൻ വാരി കഴിച്ചോളും. അവന് പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. അവൻ്റെ കണ്ണ് കണക്കെ ഒരു ഇഡ്ഡലിയോ ദോശയോ പിച്ചിടാൻ പാടില്ല. നമ്മൾ കാണാതെ പിച്ച് പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ ഒരിടത്ത് ഇരുന്ന് വന്നുള്ളി പിറകി കഴിച്ച് വേണ്ടെങ്കിൽ എടുത്ത് ദൂരെ അടിക്കില്ല. അവിടെ വെച്ചിട്ട് എണീറ്റങ്ങ് പോകും. അതാണ് അവൻ്റെ ചിട്ടയടക്കം. ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക എല്ലാവരെയും പേര്.
ഈ ഷൈല എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇവിടെ അവിടെ നിന്ന് ഇഴഞ്ഞ് ഇവിടെ വരും, വന്ന് എത്തി ഇങ്ങനെ നിന്നിട്ട് ശാലാ 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 വാ, ശൈല എന്ന് വിളിക്കണേ, ശാലാ ശൈല, മക്കളെ നിന്നെ പാവം നുള്ളിയാ, എവിടെ നുള്ളി മക്കളെ, ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അവർ സന്തോഷം കൊണ്ട് തൊട്ട് തടവണതാണ്. മൂത്ത കുട്ടി ഇങ്ങനെ തടവും, മക്കളെ സുലു അടിച്ച ലുലു ഇങ്ങനെ ഇങ്ങനെ ആക്കി, അമ്മമ്മ ഇങ്ങനെ ഇങ്ങനെ ആക്കി എന്ന് അവിടെ കാണിക്കും. അങ്ങനെയൊക്കെ കാണിക്കണ ഒരു കുട്ടിയായിരുന്നു. ഈ ഏപ്രിൽ 11 കൊണ്ടുപോയ കൊച്ചിനെ കാണുന്നത് നമ്മൾ മോർച്ചറിയിൽ വെച്ചാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴാണോ പറഞ്ഞത് ഞാൻ 30 വരെ നോക്കത്തുള്ളൂ? അഖിലിന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു. അവർ കുഞ്ഞുടുപ്പ് വരെ വാങ്ങിച്ച്, അവര് ശരിയായിട്ട് നമ്മൾ അവിടെ പോയപ്പോൾ അവര് ആ മോന് ധരിക്കാൻ കുഞ്ഞ് ഉടുപ്പ് വരെ വാങ്ങിച്ചു വെച്ചിരിക്കുക. അതറിഞ്ഞില്ല എന്ന് പറഞ്ഞെന്നാണ് അറിവ്. പക്ഷേ ഇല്ല, അത് അവര് 31 കിട്ടുമെന്ന് പറഞ്ഞ് അവര് കുഞ്ഞുടുപ്പ് വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. ഇല്ല, അവരോട് പറഞ്ഞെന്നറിയാമോ, അവരുടെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കൊടുത്ത് ആ കേസ് തീർപ്പാക്കാമെങ്കിൽ കുഞ്ഞിനെ തരാമെന്ന്. ഇവിടുന്ന് കുറെ സ്വർണം കൊണ്ടുപോയി? ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവളെ ഒരു മാല എന്റെ മോളാണ് പണയം വെച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് എടുത്ത് കൊടുത്തത്. അവിടെ ഇവിടുന്ന് പോകുമ്പോ എത്ര സ്വർണം കൊടുത്താ നിങ്ങൾ വിട്ടത്? ഒരു സ്വർണം കൊടുത്തില്ല. അതെനിക്കറിയില്ല. ഇവൻ പൈസ എന്ന് പറഞ്ഞാൽ മരിക്കണ കൂട്ടത്തിലുള്ളതാണ് ഈ അഷ്കർ. നിങ്ങളുടെ എത്ര രൂപ മൊത്തം കൊണ്ടുപോയി? എന്റെ മൊത്തം കൊണ്ട് 70,000 രൂപയ്ക്ക് എന്റെ മാല പണയം വെച്ചേക്കണം. ആ മാല ഇവൻ അവന്റെ വണ്ടി വിറ്റ്, അവന്റെ ഉമ്മായും മറ്റുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, വണ്ടി വിറ്റ് എന്റെ മാല എനിക്ക് എടുത്ത് തരണം. ഞാൻ അവന്റെ 5 പൈസ എന്റെ കൈ നീട്ടി ഞാൻ വാങ്ങിക്കൂല. ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ച്, ബാങ്കിലെ രസീതെല്ലാം അവിടെ ഉണ്ട്, ബാങ്കിൽ കൊണ്ടുവന്ന് അവൻ അടയ്ക്കണ്ട, അവന്റെ ഉമ്മ അടയ്ക്കണം. അവന്റെ ഉമ്മ ജീവിച്ചിരിക്കല്ലേ, ആ കൊലയാളിയും ജീവിച്ചിരിക്കല്ലേ, കൊലയാളിയുടെ സഹോദരിയും ജീവിച്ചിരിക്കല്ലേ, ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചാൽ മതി. അവര് പാവങ്ങളല്ലേ? അവര് ഒരു പാവമല്ല, സാറിന് തോന്നുന്നതാണ് അവള് പാവോ. അവളൊക്കെ അവർക്കും 2 കുഞ്ഞുങ്ങളുള്ളതല്ലേ, അവരപ്പോ അങ്ങനെ ചെയ്യുമോ? സാർ ഉണ്ടെങ്കിൽ എന്റെ ഈ കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനെ ക്രൂരത കാണിക്കുമ്പോ ഇവരത് ചെയ്യുമായിരുന്നു. എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഇവൻ ഇങ്ങനെ കാണിക്കും. ഇവരവിടെ ദൂരെയല്ലേ താമസിക്കുന്നത്, അവരങ്ങോട്ട് വരുന്നില്ലല്ലോ. ആര്? ഇവന്റെ അഷ്കറിന്റെ അമ്മ ദൂരെ താമസിക്കുന്ന ഒറ്റയ്ക്ക്. അഷ്കറിന്റെ വാപ്പ നടന്ന് പെണ്ണ് കെട്ടണം, 6 പെണ്ണ് കെട്ടണം. ഈ സഹോദരനും സഹോദരി ഒരു വീട്ടിലാണ് താമസം, വാടകയ്ക്ക്. അപ്പോൾ അവർക്കൊക്കെ അറിയില്ലേ, ഈ സഹോദരിയല്ലേ എടുത്ത ആശുപത്രി കൊണ്ടുപോയത്, മരിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അവർക്ക് അറിയാതെ ഇരിക്കും. അപ്പം പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ 30 തരാം എന്ന്. 30 കൊടുക്കാന്ന് പറഞ്ഞ അഖിലയാണ്. ആടാൻ പോയിട്ട് ഡാൻസ് ആടിയിട്ട് വന്ന് കൊടുക്കാന്ന് പറഞ്ഞ അഷ്കറും അഖിലയുമാണ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണുങ്ങൾ അതിനകത്ത് ഇടപെട്ടിരുന്നോ? അമ്മാമൻ, മാമൻ? അത് പെരിങ്ങമലയുള്ള ഒരു മാമൻ ഇടപെട്ടു. പെരിങ്ങമലയുള്ള മാമൻ ഇടപെട്ടു. അപ്പൊ മാമൻ പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. എന്നിട്ടും കൊടുത്തില്ല. അപ്പം പിന്നെ അഷ്കറിനെ വിളിച്ചു പറഞ്ഞു, അത് അങ്കിളെ അത് നടക്കത്തില്ല അങ്കിളെ എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ അഖിലേക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാമെങ്കിൽ ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുതരാം. കൊച്ചിന്റെ പേരിനാണ് ചെയ്തിട്ടുള്ളത്, അഖിലേക്കൊന്നുമല്ല. അഖിലേക്ക് എന്റെ മോക്ക് ഞാൻ 10 സെന്റ് ഭൂമി കൊടുത്തു. ആ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് അത് പേരിൽ അഖിലയുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ അഷ്കർ പറഞ്ഞിരുന്നു. അഖിലേക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തിനാ അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നിങ്ങളത് കൊടുത്തേനെ കുറച്ച് കഴിയുമ്പോൾ അല്ലേ വസ്തുക്കൾ എഴുതി കൊടുത്തന്നെയായിരുന്നു. കുഞ്ഞിനെ ഇവിടുന്ന് കൊടുത്തത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ അവർ പെറ്റ തള്ളയല്ലേ കൊണ്ട്. എന്നിട്ട് ഇവള് വീണ്ടും കൈ മുറിഞ്ഞ് പൊടിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് കൊടുത്ത് ആ കൊച്ചിനെ എനിക്ക് വാങ്ങിച്ചാൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. അപ്പോഴാണെങ്കിലും പറയാൻ ഈ കുറച്ചു നേരം കഴിയുമ്പോൾ കേസാകുമ്പോൾ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ പോകുമോ നിങ്ങൾ? ആരാ? അഖിലേ. ഈ ജമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 2 ആമ്പിളരും പോകില്ല, എൻ്റെ റീനയും പോകില്ല, ഞാനും പോകില്ല. ഇനി 10-15 വർഷം ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ നല്ല കുഞ്ഞാന്നും പറഞ്ഞ് സ്വീകരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ മരിക്കുന്ന സമയം വരെ ഇത് നടക്കൂല. ആരും പ്രതീക്ഷിക്കണം, നടക്കൂല. അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ? അവൻ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അവളെ മരിക്കണം. അവളായിട്ടല്ലേ ഈ കൊച്ചിനെ കൊന്നത്. നിങ്ങളുടെ രക്തമല്ലേ അവളും? അല്ല, ഞങ്ങളെ രക്തമാണെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്യില്ലായിരുന്നുള്ളൂ. എന്തിന് ഈ പാലം കുട്ടിയെടുത്ത് ഉള്ളു ചെയ്ത്? സാർ, 1 2 16 ഈ കൊച്ചിനെ ഉപദ്രവിക്കുമ്പോൾ അവൾക്ക് പറഞ്ഞു വിലക്കാമായിരുന്നു. ചേട്ടാ, അപ്പി അടിക്കരുത്, അപ്പി ഉപദ്രവിക്കരുത്, പൊടി കുഞ്ഞല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയും. സാർ, ഈ അടുത്ത ആ കരുക്കുഴി റോഡിയാക്കാന്ത് സാർ. എൻ്റെ കുട്ടി ആ റോഡേ നടന്നു പോകുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി വളർത്താറുന്നല്ലോ സാർ. ചെയ്യുമായിരുന്നു. പോണ്ട് അവൻ്റെ ടെമ്പോയും കൊണ്ട് എവിടെയെല്ലാം ഓട്ടം പോണ്. ഇവൻ ആ ടെമ്പോയിൽ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഇങ്ങനൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുവന്ന് വിട്ടളന്ത് സാർ. ആരെങ്കിലും എടുത്ത് വളർത്തുമായിരുന്നല്ലോ. എവിടെയെങ്കിലും ആ കുട്ടി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ.
ഇനി അത് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. പട്ടി കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് പോകും പോലെ വീട്ടോണ്ട് പോയി എവിടെയെങ്കിലും കളയാത്തത്. എന്തുമാത്രം ത്യാഗം, എന്തുമാത്രം വേദന ആ കുട്ടി സഹിച്ചതാ. ഈ ഭൂലോകത്ത് ഒരു കുട്ടികളും ഇങ്ങനെ സഹിക്കില്ല. ഒരടിക്ക് അവൻ കൊന്നു കളയാത്തത്, ഒരടിക്ക്. ഇവ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചാറ്റല്ലേ എൻ്റെ കുട്ടിയെ കൊന്നത്. അവ എന്തിനു മാർഗം ചെയ്തിന്റെ അപ്പൊ എന്തൊരു തെറ്റ് ചെയ്ത് മാർഗം ചെയ്തതല്ല, സിഗരറ്റ് ലാമ്പ് കത്തിച്ചാന്ന് പറഞ്ഞു. ഇല്ല, അവൻ എന്തോ സാധനം കുത്തിയിറക്കി. അവൻ അതും പറയാൻ അപ്പുറവും പറയും. അവൻ എനിക്ക് സ്റ്റേഷനിൽ പോകണം, സിഗരറ്റ് ലാമ്പ് അവൻ കത്തിച്ച് വെച്ചതാണ് അവിടെ. അവൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പം അമ്മയാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ വ്യക്തബന്ധമല്ലേ സ്വീകരിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ അവരോട് ചോദിച്ചതാണ്, എന്താണ് അവരുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങളത് കേൾക്കണ്ട. ഇപ്പം നമ്മൾ ഇവർ ഇവിടെ രാജകുമാരനെ പോലെ വളർത്തിയൊരു കുഞ്ഞാണ്. അവരത്രയും നോക്കിക്കണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ ദിവസക്കൂലിക്ക് ജോലി ചെയ്ത് വല്ല അടുക്കളയും പോയി കഴുകി ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ദിവസം അങ്ങനെ പോയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു പനി വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നീ കുഞ്ഞിനെ കൊണ്ട് വളർത്ത് എന്ന് പറഞ്ഞു. അതാണ് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ അവരിപ്പോൾ അത് ഓർത്താണ് ഇപ്പോൾ അവർ ദുഃഖിക്കുന്നത്, അല്ലേ അമ്മേ? അങ്ങനെ പിന്നെ അപ്പോൾ ഇതിനെ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല കൃത്യമായിട്ടെന്ന് അറിഞ്ഞപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരിച്ചു തന്നുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ അവർ അപ്പം പറഞ്ഞു, അപ്പോൾ അവർ ഇവിടെ 10 സെൻറ്റ് വസ്തുവുണ്ട്, ആ വസ്തു എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരോട് പറയുന്നു. അവിടെ ഒരു കേസ് അവരുടെ വസ്തു അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ പൈസ കൊടുക്കാമെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഇത്രമാത്രം ദ്രോഹിച്ച് അതിൻ്റെ ഫോട്ടോസ് ഇവർക്ക് കാണത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ കൈ തല്ലി ഒടിക്കും, കാല് തല്ലി ഒടിക്കും, അങ്ങനെ ചെയ്യും, പൊള്ളിക്കും. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ ആ വസ്തു എഴുതി തന്നിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിക്കാൻ നടത്തും. അതിനാണ് ഈ കുഞ്ഞിനെ ഇത്രയും നരകയാതന അനുഭവിച്ചത്. പക്ഷേ ഇവർ തിരിച്ച് ചോദിച്ചു, ഇവരുടെ അവസ്ഥയിൽ ഇവരെ തിരിച്ച് ആ കുഞ്ഞിനെ താ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി. അപ്പോൾ അത് കൊടുത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് വളർത്തിയത്. പിന്നെ അവർക്ക് കാണാൻ പറ്റുന്നത് മോർച്ചറിയിലാണ്. മോർച്ചറിയിലുള്ള രൂപം ഞങ്ങളുടെ ഇതിനകത്തുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് വെളിയിൽ ഇപ്പോൾ ഈ അമ്മയെ പോലും കാണിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അതിൻ്റെ അവസ്ഥയുള്ളത്. എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്. ഇത്ര ഭയങ്കര ക്രൂര കൃത്യമാണ് ചെയ്തത്. ഇപ്പം അതിനെ കൊടുത്തു വിട്ടത് തെറ്റായി പോയി എന്നൊരു കുറ്റബോധം ഉണ്ട്. ഞങ്ങൾ ചോദിച്ചല്ലോ, എന്റെ മോള് പോയി ചോദിച്ചല്ലോ, DSP സാറിന്റെ മുന്നിൽ ചെന്ന് ചോദിച്ച് പറഞ്ഞല്ലോ, കൊച്ചിനെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും, ഞങ്ങൾ അന്വേഷിച്ചോളാം, ആരെ വീട്ടിൽ ചെന്ന് കലമുഴക്കി ബാത്റൂം കഴിയും, ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ നോക്കിയോളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സാർ പറഞ്ഞത് അത് പെറ്റ അമ്മയാണ് കൊണ്ടുപോയത്. വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തരുമില്ല, അമ്മ അന്വേഷിച്ചോളാന്നാണ് പറഞ്ഞത്. അവർക്ക് പിടിച്ച് ബലാത്കാരമായിട്ട് തിരിച്ചിഞ്ഞ് തരാൻ പറ്റില്ല, അമ്മയാണ് പറയുന്നത്. അത് നിയമമാണ്. ശരിയായിട്ടും അത് പോലീസുകാർക്ക് അമ്മ ചോദിക്കുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ ഒന്നും ചോദിക്കാൻ കഴിയില്ല. ആ സ്വന്തം മാതാവിന് മാത്രമേ പോലീസിന് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും ചൈൽഡ് വെൽഫെയറിൽ അവിടെ എൻ്റെ മോളെ വിളിച്ചറിയിച്ചു. കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു? പിന്നെ എന്തൊക്കെ ചെയ്തെന്നിട്ട് കഴിവിൻ്റെ പരമാവധി അനുസരിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞ് അമ്മയിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് ആർക്കും തരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഭയങ്കര ക്രൂരതയാണ്. നമുക്ക് ഈ കണ്ണീര് കണ്ടിട്ട് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയെ ഇതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭാര്യ വിവരം സാറിന് അറിയോ? ഇല്ല. അത് കോമ സ്റ്റൈൽ വരെ ആക്കിയത്, അടി ഇടി എല്ലാം കൊടുത്ത് കോമ സ്റ്റൈലാക്കി. അത് ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് വിട്ട് വീട്ടിലുണ്ട്. അത് ഒന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറയും കീഴുള്ള ശരണി എന്ന് പറഞ്ഞാൽ അവളെയും വിളിച്ചും കൊണ്ട് ഡാൻസ് കളിക്കാൻ ചെന്നൈയിലൊക്കെ പോയി. അവിടെ പോയിട്ട് വന്നതിൻ്റെ പിറ്റേന്ന് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു. അങ്ങനെ 2 പേരുണ്ട്. ഒരാളെ ആദ്യം കളഞ്ഞു, പിന്നെ ശരണ്യ എന്ന് പറഞ്ഞാണ് മറ്റേ തൂങ്ങി മരിച്ചത്. ചെറിയ കീഴുള്ള അത് തൂങ്ങി മരിച്ചിട്ട് ഇവൻ മുൻകൂർ ജാമ്യം എടുത്ത് നിന്നു. എൻ്റെ കൂടെയാണ് പറഞ്ഞത്, മാമ പിന്നീട് ശരണ്യ മരിച്ചു കഴിഞ്ഞാൽ എന്തിന്? അതെ എനിക്കറിയാൻ വയ്യ, തൂങ്ങി മരിച്ച്. ലാസ്റ്റ് കഴിക്ക് എൻ്റെ ഫോണിൽ അവൾ വിളിച്ച് സംസാരിച്ച്, നീ സംസാരിച്ചില്ലേ? ഇല്ല. നീ എങ്ങനെ ഇങ്ങോട്ട് ധൈര്യം ഉറച്ച് നിൽക്കണം, ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത മാമാന്ന്. അപ്പോൾ എൻ്റെ ഈ വീട്ടിൽ വെച്ചാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ അഖിലിൻ്റെ വീടിനെ സംബന്ധിച്ച് അഖിലിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അച്ഛനോടും അമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 60 സെൻറ്റ് സ്ഥലത്തോട് അവർക്കുണ്ട്. ആ സ്ഥലത്തിന് ഇനി അവകാശികളില്ല. ഒരു മോളുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്തു. ഈ മോൻ അഖിലയുടെ ഭർത്താവ് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർക്ക് മക്കളില്ല. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ അവരും ആ കുഞ്ഞിനെ വളർത്താൻ തയ്യാറായിരുന്നു. അവർ 1.5 വയസ്സുള്ള കുഞ്ഞിനുള്ള ഉടുപ്പുകൾ വരെ വാങ്ങി അവർ 30-ാം തീയതി കുഞ്ഞിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ വളർത്തുന്നതിനോ ഈ കുഞ്ഞിന് മുന്നോട്ട് വളരുന്നതിനോ അഖിലയോ അല്ലെങ്കിൽ അഷ്കറോ ഒരു തുള്ളി വേർപ്പൊഴുക്കണ്ട. അവർക്ക് അതിനുള്ള സ്വത്തുക്കളുണ്ട്. ആരോഗ്യമുള്ള ഒരു അപ്പൂപ്പനും അമ്മുമ്മയും അവിടെ ഉണ്ടായിരുന്നു.
ഇവരും ഇടയ്ക്ക് വണ്ടി നോക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ ക്രൂര വിനോദമാണ്. അല്ല, ഇവരുടെ കയ്യിൽ നിന്ന് പണം അടിക്കാനായിട്ട് ഇവരെ എങ്ങനെ ദ്രോഹിച്ച് ആ ഫോട്ടോസ് അയച്ചു കൊടുത്ത് അവരെ പിന്നെ സമ്മർദ്ദം ചെലുത്തി അവരിൽ നിന്ന് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.